ജസ്ന തിരോധാന കേസിൽ ലോഡ്ജ് ഉടമ ബിജു സേവ്യറിന്റെ മൊഴി CBI രേഖപ്പെടുത്തി. ലോഡ്ജിലും CBI സംഘം പരിശോധന നടത്തി. മുണ്ടക്കയത്തെത്തിയ CBI സംഘം കേസിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. വിവരങ്ങളുമായി സനോജ് ചേരുകയാണ്. സനോജ്, കഴിഞ്ഞ ദിവസം ഈ ലോഡ്ജ് ജീവനക്കാരി പറഞ്ഞ കാര്യങ്ങൾ ഈ ലോഡ്ജ് ഉടമ തന്നെ നിഷേധിച്ചിരുന്നല്ലോ. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ഈ CBIയുടെ ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ? തീർച്ചയായിട്ടും ഈ ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ഈ ലോഡ്ജ് ഉടമയുടെ മൊഴി രേഖപ്പെടുത്താൻ CBI സംഘം ഇന്ന് എത്തിയത്. തിരുവനന്തപുരത്തു നിന്നുള്ള CBIയുടെ പ്രത്യേക അന്വേഷണ സംഘമാണ് മുണ്ടക്കയത്ത് എത്തിയത്. രാവിലെ എത്തിയ സംഘം അവിടെ ലോഡ്ജ് ഉടമയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. പഴയ ലോഡ്ജിലെ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CBI സംഘം പരിശോധിച്ചു. ചില രജിസ്റ്ററിന്റെ ചില പേജുകളൊക്കെ കാലപ്പഴക്കം മൂലം നഷ്ടപ്പെട്ടിരുന്നുവെങ്കിലും ഉണ്ടായിരുന്ന രജിസ്റ്ററുകളൊക്കെ വിശദമായി പരിശോധിച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ ഈ ലോഡ്ജ് ഉടമയുമായി ഫോണിൽ ബന്ധപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണ്. മുൻ ജീവനക്കാരി എന്ന് പറയപ്പെടുന്ന സ്ത്രീ പറഞ്ഞതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ CBI അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ നിലപാട്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയ രമണി എന്ന് പറയുന്ന സ്ത്രീയുടെ മൊഴി ഇന്ന് CBI രേഖപ്പെടുത്തിയിട്ടില്ല. CBI ലോഡ്ജിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയ ശേഷം മടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ശരിയോ?